ഹായ് സ്റ്റുഡൻസ്, റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് ആണ് ഞാനിവിടെ പറയുന്നത്. റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് മീൻസ് സെല്ലിംഗ് ദ ഫോർഫിറ്റഡ് ഷെയർസ് ഓൺ ദ ടേംസ് ഡിസൈഡഡ് ബൈ ദ കമ്പനി. ഫോർഫിറ്റ് ചെയ്ത ഷെയർ കമ്പനി വീണ്ടും വിൽപ്പന നടത്തുമ്പം അതിനാണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് പറയാം. ഫോർഫിറ്റഡ് ഷെയർസ് എന്താണെന്ന് പറഞ്ഞുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് ഷെയർസ് ക്യാൻസൽഡ് ബൈ ദ കമ്പനി ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. കമ്പനി ഷെയർ ക്യാൻസൽ ചെയ്യുക ഏതൊക്കെ കാരണത്താൽ, ഒന്നുകിൽ അലോട്ട്മെൻറ്റ് മണിയും കോൾ മണിയും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോൾ മണി കൊടുക്കാത്ത കാരണത്താൽ കമ്പനി ഷെയർ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. സാധാരണ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി കിട്ടിക്കഴിഞ്ഞാലാണ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണി എന്തായാലും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് മണി, കോൾ മണി, അതിൽ ഏതെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ, ഏതെങ്കിലും നല്ല അതിൽ ഏതൊക്കെയാണ് കിട്ടാത്തത്, ചിലപ്പോൾ ലാസ്റ്റ് കോൾ മാത്രമായിരിക്കാം. അപ്പോൾ ഒരു പീരീഡ് അനുവദിച്ചിട്ട് ആ പീരീഡിലടക്കം കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ കമ്പനിക്ക് ആ ഷെയർ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ ക്യാൻസൽ ചെയ്ത റൈറ്റ് വീണ്ടും റീഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റും കമ്പനിക്കുണ്ട്. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്ത ഷെയർ അല്ലെങ്കിൽ ഫോർഫിറ്റഡ് ഷെയർസ് കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫോർഫിറ്റഡ് ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പം അത് പാർ വാല്യൂവിൽ റീഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ റീഇഷ്യൂ ചെയ്യാം. അപ്പം പാർ വാല്യൂവിലും പ്രീമിയത്തിലും എന്താണെന്നറിയാം. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ, ഫേസ് വാല്യൂ ഓഫ് ദ ഷെയർസ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഫേസ് വാല്യൂ. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാമെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ, സാധാരണ കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നില്ല. പക്ഷേ ഈ റീ ഇഷ്യൂ ആണെങ്കിൽ, ഫോർഫിറ്റഡ് ഷെയർസിൻ്റെ റീ ഇഷ്യൂ ആണെങ്കിൽ കമ്പനിക്ക് ആ ഫോർഫിറ്റഡ് ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. പക്ഷേ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് എത്ര വരെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ആ ഫോർഫിറ്റ് ചെയ്ത ഷെയർ ഫസ്റ്റ് ഇഷ്യൂവിൽ എത്ര എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, ആ കളക്ട് ചെയ്ത എമൗണ്ടിന് ഈക്വലായിട്ട് വരെ മാത്രമേ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 10 rupees ഫേസ് വാല്യൂ ഉള്ള ഷെയറിൽ 4 rupees കമ്പനി കളക്ട് ചെയ്തു, 6 rupees കളക്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 4 rupees മാത്രം കിട്ടിയ ആ ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്യാണ്. ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫോർഫിറ്റ് ചെയ്യുക. എന്നിട്ട് അത് വീണ്ടും റീഇഷ്യൂ ചെയ്യും. അത് റീഇഷ്യൂ നടത്തുമ്പം കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് ആ 4 rupees മാത്രം വരെയുള്ളൂ. 2 rupees കൊടുക്കാം, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം 4 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ 4 rupees മാത്രമേ കമ്പനിക്ക് പ്രീവിയസ് ഇഷ്യൂവിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്കൗണ്ട് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ജേർണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ റീഇഷ്യൂവിൽ എത്ര എമൗണ്ട് ആണോ കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് എത്രയാണോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അതാണ് ബാങ്കിൽ വരേണ്ടത്. അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഡിസ്കൗണ്ട് ആയിട്ട് പോകുന്നത് അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്. ഷെയർ ക്യാപിറ്റലിൽ ആക്ച്വൽ വാല്യൂ. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 rupees വാല്യൂ ഉള്ള ഷെയർ 8 rupeesനാണ് റീഇഷ്യൂ നടത്തുന്നത്. 8 rupeesൻ്റെ റീഇഷ്യൂ നടത്തുമ്പോൾ 8 into നമ്പർ ഓഫ് ഷെയർസ് ബാങ്കിലിട്ട് കൊടുക്കുക. 2 ആണല്ലോ ഡിസ്കൗണ്ട്, 2 into നമ്പർ ഓഫ് ഷെയർസ് ഫോർഫിറ്റഡ് ഷെയർസിൽ ഇട്ട് കൊടുക്കുക. 10 into നമ്പർ ഓഫ് ഷെയർസ് ഷെയർ ക്യാപിറ്റൽ ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി 10 rupeesൻ്റെ ഷെയർ 12 rupeesനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രീമിയത്തിലാണ്, റീഇഷ്യൂ ആണേ, പ്രീമിയത്തിലായിരിക്കും അത് 12 rupees എന്ന് പറയുമ്പോൾ. ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ്. ബാങ്കിൽ 12 into നമ്പർ ഓഫ് ഷെയർസ്, ഷെയർ ക്യാപിറ്റലിൽ 10 into നമ്പർ ഓഫ് ഷെയർസ്, ഫേസ് വാല്യൂവിന് ഈക്വലായ എമൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ 2 into നമ്പർ ഓഫ് ഷെയർസ്, പ്രീമിയം എമൗണ്ട്. ഓക്കെ. ഇനി 10 rupeesൻ്റെ ഷെയർ 10 തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ സാധാരണ ഇതാണ് ഫോർഫിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി വരുന്നത്. റീഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഫോർഫിറ്റ് ചെയ്യുന്ന ഒരു ജേർണൽ എൻട്രി എഴുതും. ഫോർഫിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി എന്താ, അത് ഞാനിവിടെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ഫോർഫിറ്റ് ടു കോൾസ് ഇൻ ഏരിയർ. ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി ആണിത്. ഇത് എഴുതിയതിന് ശേഷം മാത്രമാണ് ഈ റീഇഷ്യൂവിൻ്റെ ജേർണൽ എൻട്രി വരിക. ഓക്കെ. അപ്പോൾ ഈ ഫോർഫിറ്റ് ചെയ്ത ഷെയർ എല്ലാ ഷെയറും ഫോർഫിറ്റ് ചെയ്ത എല്ലാ ഷെയറും റീഇഷ്യൂ നടത്തുവാണെങ്കിൽ അത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തതാകാം,
ഫേസ് വാല്യൂലാകാം ഡിസ്കൗണ്ടിലാകാം. അതിൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഫോർഫിറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ നടത്തിയിട്ട് അതിൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ആ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് എന്നാണ്. ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇതിലുള്ള എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി അത് വെച്ചിട്ട് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രെഡിറ്റ് ബാലൻസ് വരുവാണെങ്കിൽ അത് ഗെയിൻ ആയിരിക്കും. അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.